അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ വായിച്ച് കേട്ട ഈ തിരുവെഴുത്ത് അങ്ങയുടെ ഹിതമായത്. ആമേൻ. അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങയുടെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിനെ ആമേ ഈ ഭൂമിയിൽ അയച്ച, പാപത്തിൻ്റെ പരിഹാരമായി തീർത്ത, പാപമോചനം ഞങ്ങൾക്ക് നൽകി രക്ഷാമാർഗമൊരുക്കി ഞങ്ങളിത് ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നു. ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാർ ഈ വചനങ്ങൾ ഗ്രഹിക്കുവാൻ കൃപ ചെയ്യും. സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും. ഓരോരുത്തരുടെ ഹൃദയം തുറന്നതായിരിക്കട്ടെ. തിരുവെഴുത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അവനെ നമുക്ക് നൽകി. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഈ ഭൂമിയെ മനോഹരമായി സൃഷ്ടിച്ചു. മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ രൂപത്തിലും നിത്യജീവനുള്ളവനായി, മരണമില്ലാത്തവനായി, ദൈവത്തെ പോലെ തേജസ്സുള്ളവനായി, ദൈവത്തെ പോലെ ദിവ്യ സ്വഭാവമുള്ളവനായി, ദൈവത്തെ പോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ സർപ്പം, പിശാച് ഹവ്വയെ ചതിച്ചത് നിമിത്തമായി മനുഷ്യർക്ക് ദൈവം നൽകിയ സകല നന്മകളും അവർക്ക് നഷ്ടപ്പെട്ടു. പ്രധാനമായി നിത്യജീവൻ നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു, ഏതേൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ അവർക്ക് നഷ്ടമായി. എന്നാൽ അവിടെ തന്നെ ദൈവം ഒരു കാര്യത്തെ അന്ന് സുവിശേഷമായി അറിയിച്ചു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും ആ സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അവിടെ തന്നെ പിതാവിൻ്റെ ആ ഹിതം, പിതാവിൻ്റെ ഇഷ്ടം അവിടെ വെളിപ്പെടുത്തി. സ്ത്രീയുടെ സന്തതിയാകുന്ന ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി കാലസമ്പൂർണത വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആമേൻ. ദൈവവചനം എന്തു പറയുന്നു? അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന പേരിൻ്റെ അർത്ഥം പാപങ്ങൾ നീക്കി രക്ഷിക്കുന്നവൻ. യേശു വന്നതിൻ്റെ ഉദ്ദേശവും അതാണ്. ആമേൻ. മാനവജാതിയുടെ പാപങ്ങൾ നീക്കി അവരെ രക്ഷിക്കുവാൻ. 1 യോഹന്നാൻ 4:10 പറയുന്നു, ആമേൻ, സ്തോത്രം, മനുഷ്യരുടെ പാപങ്ങൾ നീക്കുവാൻ കൃപാധാര യാഗമായി അവൻ തീർന്നു. ആമേൻ. മനുഷ്യൻ്റെ പാപം, അകൃത്യങ്ങൾ അകറ്റുന്ന കൃപാധാര യാഗമായി യേശു ക്രിസ്തു തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ക്രിസ്തു യേശുവിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിനെ
പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്ത് ചെയ്യണം, എന്ത് സംസാരിക്കണമെന്നെല്ലാം വ്യക്തമായി പറഞ്ഞ് അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-50 വാക്യങ്ങൾ വായിക്കും. യേശു പറയുന്നു, ഞാൻ സംസാരിക്കുന്നതൊന്നും സ്വയമായി സംസാരിക്കുന്നതല്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്ന്, ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മരണമില്ലാത്ത നിത്യജീവനുള്ളവനായി ദൈവം സൃഷ്ടിച്ചെങ്കിൽ, ആമേൻ, പാപത്തിൻ്റെ ശമ്പളമായ മരണം മനുഷ്യർക്ക് വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ആ മരണത്തിൻ്റെ അവസ്ഥ മാറ്റി നിത്യജീവനുള്ളവനായി മനുഷ്യനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുവാൻ കടന്നു പോകേണ്ട വഴികളാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു പാരമ്പര്യമായ ഒരു അനുഭവമുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ പള്ളിയിൽ പോവുക. പള്ളിയിൽ പോയി അവിടെ എത്ര ആരാധന സമയം, എത്ര നേരം അവിടെ ഇരിക്കും, കാഴ്ചയിടും, കഴിയുമെങ്കിൽ ചിലപ്പോൾ പാടുമായിരിക്കും, പ്രാർത്ഥിക്കുമായിരിക്കും, ഓക്കെ, നമ്മൾ വീണ്ടും മടങ്ങി വരും. ചിലർ ഇടയ്ക്കുള്ള ഉപവാസ പ്രാർത്ഥനയിൽ വല്ലപ്പോഴും പോകുന്നവരുണ്ട്, ചിലർ മുടങ്ങാതെ പോകുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഭകളിലുള്ള സ്പെഷ്യൽ മീറ്റിങ്ങിലൊക്കെ വല്ലപ്പോഴൊക്കെ പോകുന്നവരുണ്ട്. ഇത്രയേ ഉള്ളൂ ശീലം. ഇതിൻ്റെ അപ്പുറത്ത് വല്ലതും ഉണ്ടോ? ഈ നിത്യജീവൻ പ്രാപിക്കുവാൻ വേദപുസ്തകം എന്തു പറയുന്നു? മനുഷ്യർ കടന്നു പോകേണ്ട വഴികളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രതീക്ഷ, ആമേൻ, സ്തോത്രം, ഒരു വിടുതലായിരിക്കാം, ഒരു സമാധാനമായിരിക്കാം, ഒരു സന്തോഷം ആഗ്രഹിച്ച് നിങ്ങൾ വന്നവരായിരിക്കാം. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല നിങ്ങൾ കേൾക്കുന്ന വചനം ശ്രദ്ധയോട് കേട്ടാൽ. ആരെയും ദൈവം നിരാശരായി അയക്കത്തില്ല. അവൻ്റെ അടുക്കെ വന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് ആമെ അനുഗ്രഹിച്ച് നമ്മുടെ കർത്താവ് അയച്ചിട്ടുള്ളൂ. നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കുക. എങ്കിലും തിരുവചനത്തിൽ കൂടി ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ആഴമായ ആ സത്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നു വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്, എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ പാപത്തിൻ്റെ പരിഹാരമായി, അവൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി. പ്രൈസ് ദി ലോർഡ്. ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ. വേദപുസ്തകത്തിൽ പൂർണ്ണമായി പഠിച്ചാൽ എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് പാപത്തിന് പരിഹാരം യാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായലേഖനം 9:22 വാക്യം നമ്മൾ വായിക്കുമ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിനായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ യാഗമായി. എപ്പോഴാണെന്നറിയാമോ? റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 5-ാം അധ്യായം. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ, നാം പാപികളായിരിക്കുമ്പോൾ, നിങ്ങളൊരു വിഷയം മനസ്സിലാക്കണം. നിങ്ങളുടെ കൈ അല്പം തളർന്നു എന്ന് കാണുമ്പോൾ, നിങ്ങൾക്ക് ചില ബലഹീനത വന്നെന്ന് കാണുമ്പോൾ, ആമേ, നമുക്ക് പ്രിയമെന്ന് നമ്മൾ കരുതിയ പലരും നമ്മെ വിട്ടേച്ച് അകന്നു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൈ തളരുമ്പോൾ, നമുക്ക് ബലഹീനത വരുമ്പോൾ, നമ്മൾ അല്പം ക്ഷീണിച്ചു എന്ന് വരുമ്പോൾ മനുഷ്യരെല്ലാം നമ്മെ വിട്ട് അകന്നു പോകും. എന്നാൽ ആമേ, സ്നേഹവാനായ ദൈവം മനുഷ്യർ പാപികളായിരിക്കുമ്പോൾ, അവനൊന്നിനും കഴിവില്ലാത്തവനായിരിക്കുമ്പോൾ, അതിൻ്റെ താഴെ 10-ാം വാക്യം വായിക്കുമ്പോൾ,
നാം ദൈവത്തിന് ശത്രുക്കളായിരിക്കുമ്പോൾ, അപ്പോൾ പാപത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവായി നിൽക്കുക. ശ്രദ്ധിക്കണം, നാം പാപികളായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ അർപ്പിച്ചു. ഇത്രയും വലിയ സ്നേഹം, ഇത്രയും വലിയ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ആരും ഇല്ല എന്ന് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയാതെ, എനിക്ക് യേശു മതി എന്ന് പറഞ്ഞു നോക്കാം. ഹല്ലേലൂയ. ആരെന്നെ കൈവിട്ടാലും എൻ്റെ യേശു കൈവിടത്തില്ല. വിളിക്കുന്ന വിളിക്ക് മറുപടി കൊടുക്കുന്നവൻ, കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ്. 115-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ജാതികളുടെ ദൈവത്തിന് കണ്ണിരുന്ന് കാണുന്നില്ല, മൂക്കുന്നില്ല, മുഖന്നില്ല, ആമേ സോദര വായുണ്ടായിരുന്നിട്ട് മിണ്ടുന്നില്ല. എന്നാൽ യേശു പറയുന്നു, ആമേ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ സദാകാലങ്ങളിലും ജീവിക്കുന്നവൻ, ജീവിക്കുന്ന കർത്താവിനെ. 65-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, തൻ്റെ ഭക്തന്മാരുടെ, തൻ്റെ മക്കളുടെ വിളി കേൾക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക, ഒറ്റയ്ക്കിരുന്നിട്ട് ആരുമില്ലെന്ന് പറയാതെ നിങ്ങൾ യേശുവേ അപ്പച്ചാ എന്ന് വിളിച്ചു നോക്ക്. ആമേ, ശബ്ദം അവൻ കേൾപ്പിക്കും. ഹല്ലേലൂയ. തമിഴ്നാട്ടിൽ ഒരു 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 മനുഷ്യനുണ്ടായിരുന്നു. പുള്ളി ഒരു ബ്രാഹ്മണനായിരുന്നു. പുള്ളി യേശുവിൽ വിശ്വസിക്കുകയും വേദപുസ്തകം വായിക്കാനും തുടങ്ങി. അത് കണ്ടിട്ട് വീട്ടുകാർ ആ വേദപുസ്തകം വലിച്ചു കീറി ചുട്ടുകളഞ്ഞു. പല പ്രാവശ്യം ചുട്ടുകളഞ്ഞിട്ട് ഒരിക്കൽ ആ വേദപുസ്തകമെല്ലാം വലിച്ചു കീറി ദൂരെ കളഞ്ഞിട്ട് പുള്ളി ഒരു അറക്കകത്ത് അടച്ചിട്ടു. പുള്ളി വലിയ നിരാശനായി. നേരത്തെ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചതാ. തനിക്ക് സമാധാനമില്ല, തനിക്ക് സന്തോഷമില്ല, ഞാൻ എന്തിന് ജീവിക്കുന്നു, ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ പുറകിലൊരു ശബ്ദം, ഞാൻ നിനക്ക് മതിയായവൻ, നീ ആത്മഹത്യ ചെയ്ത് മടങ്ങിപ്പോകുക. ഞാൻ നിനക്ക് മതിയായവനെന്ന ആ ശബ്ദം കേട്ടപ്പോൾ വലിയൊരു സമാധാനം തൻ്റെ ഹൃദയത്തിൽ, വലിയൊരു സമാധാനം. പ്രൈസ് ദി ലോർഡ്. താൻ വീട്ടിൽ ചെന്നു, ആത്മഹത്യ ചെയ്തില്ല, വീട്ടിൽ ചെന്നു. ഒരു പുതിയ നിയമം വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലുള്ളവർ കണ്ടു, ആമേൻ, ആ വേദപുസ്തകം വലിച്ചു കയറി ദൂരെ കളഞ്ഞു, പുള്ളിയെ അടച്ചിട്ടു. ആമേൻ. പുള്ളിക്ക് വചനം കേൾക്കാതിരിക്കാൻ വയ്യ. പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ നിന്റെ ശബ്ദം കേൾക്കണമേ, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണമേ എന്ന് താൻ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ കാതിൽ ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടായി, ഞാൻ തന്നെ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിൽ വസിച്ചിട്ടല്ലാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് ഈ ശബ്ദം, ഈ വാക്ക് തൻ്റെ ഹൃദയത്തിൽ കേൾക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, വർണ്ണിക്കുവാൻ കഴിയാത്ത വലിയ ആത്മസന്തോഷവും വലിയ സമാധാനവും താൻ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേട്ടപ്പോൾ അവർ വലിയ ആത്മസന്തോഷവും സമാധാനവും അനുഭവിച്ചു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഒടുവിൽ പുള്ളി തിരുവചനം വായിക്കുമ്പോൾ, വേദപുസ്തകം വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ആ കേട്ട വാക്യങ്ങളെല്ലാം ആമേൻ ഇവിടെ ഇരിപ്പുണ്ട്. അതുവരെ പുള്ളി കേട്ടിട്ടില്ല. വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്നാൽ ആ ശബ്ദം കേട്ടപ്പോൾ ഒരു ദൈവീകമായ സമാധാനം. പ്രൈസ് ദി ലോർഡ്. യേശു നിങ്ങളോട് സംസാരിക്കുന്നവനാണ്. നിങ്ങൾ ഹൃദയം തകരരുത്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ആമേൻ ഹൃദയം തകർന്നവരാണ്. അതുകൊണ്ട് 2 ദിവസവും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ സ്പെഷ്യൽ മീറ്റിങ്ങിൽ എന്ത് സംസാരിക്കണം. അതുകൊണ്ടാണ് 1-ാം ദിനം എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നതാണ്, അവരുടെ കഷ്ടപ്പാടിന് അന്ത്യമുണ്ടെന്ന് പറ, അവരുടെ കണ്ണുനീരിന് അന്ത്യമുണ്ടെന്ന് പറ. ആമേൻ, ഹല്ലേലൂയ. അതാണ് ഞാൻ 1-ാം ദിനം ദൈവനാമത്തിൽ നിങ്ങളോട് പറയുവാനിടയായത്. 2-ാം ദിനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഇനിയും എൻ്റെ അടുക്കേ വരാൻ പറ, ആഴത്തിലേക്ക് വരാൻ പറ എന്ന് പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ സംസാരിക്കാനിടയായി. ഞാൻ ഇന്നും വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ
സംസാരിക്കാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ഒരുങ്ങിയപ്പോൾ ദൈവാത്മാവ് പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഓർപ്പിച്ചു. ഹല്ലേലൂയ. കാരണം ഇനിയൊരു അവസരം നമ്മൾ തമ്മിൽ കിട്ടുമോ എന്നറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. രണ്ട് കാര്യങ്ങൾ, ഒരു ഉറപ്പുമില്ല. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും അവൻ വരാം. ഇന്നോ നാളെയോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ വരാം. ചിലപ്പോൾ ഇന്നും വരാൻ സാധ്യതയുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിക്കുക, രണ്ട്, നമ്മുടെ മരണം. ഹല്ലേലൂയ, ആമേൻ. വളരെ ആരോഗ്യവാനായി നടന്നുപോയവർ വീണു മരിച്ചു. ചില വർഷങ്ങൾക്ക് മുൻപേ ഞാൻ പത്രത്തിലൊരു ന്യൂസ് കണ്ടു. ഒരു മനുഷ്യൻ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് മരിച്ചിരിക്കുക. എന്തിനാണെന്നറിയുമോ? ആമേ, തെങ്ങിൻ്റെ മണ്ടയ്ക്ക് മരുന്ന് വയ്ക്കാൻ കൊണ്ട് കയറിയതാ. അവിടെ കയറിയപ്പോൾ അവിടെ ഹാർട്ട് അറ്റാക്ക് വന്നു. അവിടെ ഇരുന്ന് അവൻ മരിച്ചിരുന്നു. ഫയർഫോഴ്സിൽ നിന്ന് വന്ന അവൻ ഇറക്കിയത്. അപ്പോൾ ഒരു ആരോഗ്യമില്ലാത്ത മനുഷ്യൻ ഒരു തെങ്ങിൽ വലിഞ്ഞു കയറാൻ പറ്റുമോ? ഇല്ലയോ? മരണത്തിന് മുമ്പിൽ ആരോഗ്യമോ പണമോ പദവിയോ ആളോ മരുന്നോ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മെ കാത്ത് നടത്തുന്നവൻ നമ്മുടെ കർത്താവാണ്. എന്നേ ലോകം വിട്ട് പോകേണ്ടവർ. ഹല്ലേലൂയ. അല്പം പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 145 സങ്കീർത്തനം 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ നിവർത്തിക്കുമെന്നാണ്. ഭക്തന്മാരുടെ, എനിക്ക് ആമേ സ്തോത്രം, എന്നെ സന്തോഷിപ്പിച്ചൊരു നല്ലൊരു വാക്യമാണ്. തൻ്റെ ഭക്തന്മാരുടെ ആമേ ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിക്കും. വിശ്വസിക്കുന്നുവോ? വായിച്ചാട്ടെ വാക്യം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ അവൻ സാധിപ്പിക്കും. ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നൽകിക്കൊടുക്കുകയും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ യേശുവേ എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടായിരിക്കുക. നിങ്ങളുടെ പ്രതികൂലങ്ങൾക്ക് അവൻ അന്തം വരുത്തും. നിങ്ങളുടെ കണ്ണുനീരിന് ഒരു അന്തം വരുത്തും അവൻ. നിങ്ങളെ കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിനെ ചൊല്ലിയും പതറേണ്ട. ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുക. അപ്പോൾ ഒരു വ്യക്തി കടന്നു പോകേണ്ട വഴി, ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവനാണ് രക്ഷിതാവ്. അവനാണ് നമുക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായി യാഗമായി തീർന്നത്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് പാപമോചനം പ്രാപിക്കുന്നത്? ഞാൻ ഇന്നലെയും പറഞ്ഞു. 1 യോഹന്നാൻ 1:9 വാക്യം. അവൻ്റെ ആമേ സ്തോത്രം, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നു എങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച ആമേൻ. പാപമോചനത്തിനായി മറ്റൊന്നും ചെയ്യണ്ട. പാപമോചനത്തിനായി ഒറ്റ വഴിയേ ഉള്ളൂ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ്റെ യാഗത്തിൽ വിശ്വസിക്കുക. അവൻ്റെ സന്നിധിയിൽ പോയി പാപങ്ങൾ ഏറ്റുപറയുക. ആമേൻ. സദൃശ്യവാക്യം 28:13 പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കോ കരുണ ലഭിക്കും, ദയ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് അങ്ങനെയാണ്. തെറ്റുകൾ മറയ്ക്കാം. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തവർ. പ്രൈസ് ദി ലോർഡ്. തെറ്റ് ചെയ്യുന്നതിൽ ലജ്ജയില്ല. ആമേ. തെറ്റ് ഏറ്റുപറയാൻ ലജ്ജയാ. ഒന്ന് ആലോചിച്ച് നോക്കണേ. പ്രൈസ് ദി ലോർഡ്. തെറ്റ് ചെയ്യുമ്പോൾ ഒരു ലജ്ജയുമില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നത് ലജ്ജയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ശത്രു വീണ്ടും നിങ്ങളെ വഞ്ചിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു കൊച്ചു കുഞ്ഞിനെ ആരോടും പറയണ്ട. വീട്ടിനകത്ത് കതവടച്ച ഒരു പായെടുത്തിട്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട്, യേശുവേ ഞാൻ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തു പോയി, ഞാൻ അറിയാതെ പറഞ്ഞുപോയി, ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു നോക്കേ. ആത്മാർത്ഥമായി അങ്ങനെ നിങ്ങൾ പറയുമെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ച വലിയ ആത്മസന്തോഷം അനുഭവിക്കുവാൻ കഴിയും. ചില വർഷങ്ങൾക്ക് മുൻപേ ഒരിടത്തിൽ ദൈവവചനം ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മീറ്റിംഗ് കഴിഞ്ഞു, ഞാൻ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ ഒരു യൗവനക്കാരിയായ ഒരു സഹോദരി ഓടി വന്നു എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ചെറിയ തെറ്റുകൾ ഉണ്ടായിപ്പോയി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഏറെ നാളുകളായി പ്രാർത്ഥിച്ചു, ഇതെന്നൊരു വിടുതലായി. ആമേ സ്തോത്രം. എനിക്ക് ആ കുറ്റബോധം ഒരിക്കലും പോകുന്നില്ല. ഇന്ന് പാസ്റ്റർ പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു. ഞാനപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പാസ്റ്ററെ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിലൊരു വലിയ സന്തോഷമുണ്ട്.
ഹല്ലേലൂയ. ഞാൻ അപ്പോഴാലോചിച്ചു, ആ സഹോദരി എനിക്ക് പരിചയമില്ല, പക്ഷെ അവർ ഓടി വന്ന് പറയണമെങ്കിൽ അവരെത്രമാത്രം ആത്മസന്തോഷം അനുഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായി സ്തോത്ര വിശ്വാസമുള്ളവരായിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ യാഗത്തിൽ വിശ്വസിക്കുക. രണ്ടാമത് മാനസാന്തരപ്പെടുക. അപ്പോസ്തലർ 2:38 ഇങ്ങനെ പറയും, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഓരോരുത്തരും മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്നുള്ളത് പുതിയ നിയമത്തിലെ കൽപ്പനയാണ്. സ്തോത്രം. കേൾക്കാത്തവർ, അറിയാത്തവർ നിങ്ങൾ അറിയുക. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ യോഹന്നാൻ സ്നാപകൻ്റെ ഒന്നാമത്തെ പ്രസംഗം ഇതാണ്. മാനസാന്തരത്തെക്കുറിച്ചാണ് യോഹന്നാൻ പ്രസംഗിച്ചത്. ഹല്ലേലൂയ. മത്തയി 4:17 വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭം, യേശു ആദ്യം പ്രസംഗിച്ചു തുടങ്ങിയത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ വേലയ്ക്ക് അയക്കുമ്പോൾ പറഞ്ഞയച്ചത് ഇത് തന്നെയാണ്, നിങ്ങൾ പോയി മാനസാന്തരപ്പെടുവാൻ പ്രസംഗിക്കണം, മാനസാന്തരം പ്രസംഗിക്കണം. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും പ്രസംഗിച്ചത് മാനസാന്തരമാണ്. സ്തോത്രം. നാലാമത് സ്തോത്രം, സഭയിലെ ആദി അപ്പോസ്തലന്മാർ പ്രസംഗം മാനസാന്തരമാണ്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു, ശിഷ്യന്മാർ പ്രസംഗിച്ചു, യേശു പ്രസംഗിച്ചു, യോഹന്നാൻ പ്രസംഗിച്ചു. ആദ്യത്തെ പ്രസംഗം മാനസാന്തരമാണ്. മാനസാന്തരം ഇല്ലാതെ ബാക്കി എന്ത് ചെയ്താലും പ്രയോജനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തി 17:30. അപ്പോസ്തല പ്രവൃത്തി 17:30 വാക്യം വേഗം വായിച്ചാണ്. അറിയായ്മയുടെ കാലത്തെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തിലും എല്ലാവരും എന്ത് ചെയ്യുന്നു? മനുഷ്യരോട് കൽപ്പിക്കുന്നു മാനസാന്തരം. മാനസാന്തരം ദൈവകൽപ്പനയാണ്. 2 പത്രോസ് 3:9 വായിക്കുമ്പോൾ മാനസാന്തരം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവഹിതമാണ്. 2 പത്രോസ് 3:9. ആ ആ ആ ആ കണ്ടോ? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ. ഈ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആരും നശിച്ചു പോകാതെ എല്ലാവരും. ആദ്യം വായിച്ച കുറിവാക്യത്തിൽ എന്താ ഉണ്ടായിരുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അപ്പൊ ദൈവത്തിൻ്റെ ഉദ്ദേശം മനുഷ്യർ നശിക്കരുത്, മനുഷ്യർ നശിക്കരുത്. മാനസാന്തരപ്പെടാത്തവൻ നശിക്കുമെന്നുള്ളത് വേദപുസ്തകം തെളിവാ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 3-5 വാക്യങ്ങൾ വായിച്ചാണ്. ലൂക്കോസ് 13. മാനസാന്തരപ്പെടാഞ്ഞാൽ യേശു പറഞ്ഞതാ, മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകും. പുതിയ നിയമത്തില് ആദ്യത്തെ വിഷയം അതാ, മാനസാന്തരം. ഇന്ന് മാനസാന്തരത്തെ കുറിച്ച് എവിടെ കേൾക്കുന്നു? ഇപ്പൊ നേരെ ഡയറക്റ്റാ സ്നാനപ്പെടണം കേട്ടോ. മാനസാന്തരപ്പെടാത്തവൻ സ്നാനപ്പെട്ടിട്ട് കാര്യമില്ല. മാനസാന്തരപ്പെടാത്തവൻ സഭയ്ക്കകത്തിരുന്നിട്ടും ഗുണം പിടിക്കത്തില്ല. ഒന്നാമത്തെ വിഷയം മാനസാന്തരമാണ്. മാനസാന്തരം ഒന്ന് ശരിക്ക് സംഭവിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പക്ക ക്ലിയർ ആവും. എന്താണ് മാനസാന്തരം? എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്നുള്ളത് പാപ സംബന്ധമായിട്ടൊരു മരണം, അല്ലയോ? പാപം ചെയ്യുന്ന ആ സ്വഭാവത്തെ നമ്മിൽ നിന്ന് അകറ്റിവിടുന്ന, കളയുന്നതാ, അല്ലയോ? പാപസംബന്ധമായ മരണം എന്ന് പറഞ്ഞാൽ മരിച്ച മനുഷ്യന് ഒരു പ്രവൃത്തിയില്ല, അതോടെ തീർന്നുമില്ല. അപ്പൊ പാപം ചെയ്യുന്ന സ്വഭാവം എന്നിൽ നിന്ന് മരിപ്പിക്കുക എന്നുള്ളതാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 24-ാം വാക്യം. 1 പത്രോസ് 2:24 നാം
പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് മതി. യേശു ക്രിസ്തു എന്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു? നാം പാപത്തിന് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടത്. ഇതെല്ലാം വലിയ സബ്ജക്റ്റാണ്. ഞാൻ എല്ലാം അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്കിലും ഒരു വിശ്വാസി കടന്നു പോകേണ്ട ആ ട്രാക്ക്, ആ വഴി ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പള്ളിയിൽ പോകുന്നു, ഓക്കെ, നല്ലതാ. മാനസാന്തരപ്പെട്ടുവോ? മാനസാന്തരത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞുവോ? മാനസാന്തരത്തെക്കുറിച്ച് ആരെങ്കിലും പഠിപ്പിച്ചുവോ? പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടാതെ ഇപ്പം അതിനെക്കുറിച്ച് ഒരിടവും കേൾക്കാനില്ല. വ്യക്തമായി നിങ്ങൾ പഠിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി അവരവരുടെ കാര്യങ്ങൾ അവരവർ ക്ലിയർ ചെയ്യുക. അടുത്തവരെ നോക്കണ്ട. ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി പിന്നെ പാപം ചെയ്യുവാൻ അവന് കഴിയത്തില്ലെന്നാ. അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അവൻ വിചാരിച്ചാലും ചെയ്യാൻ കഴിയത്തില്ല. ശരിക്കും മാനസാന്തരപ്പെട്ടു. കാരണം മാനസാന്തരം അവൻ പാപം ചെയ്യുന്ന ഉള്ളിലുള്ള ആ പാപ മനുഷ്യൻ അവനിൽ മരിച്ചു കഴിഞ്ഞു. 1 യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. വിത്തെന്ന ദൈവവചനം അവൻ്റെ ഉള്ളിലുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയും ഇല്ല. വേദപുസ്തകം, മലയാള വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. മാനസാന്തരപ്പെട്ടവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്താണ്? മാനസാന്തരം. മാനസാന്തരപ്പെട്ടുവോ? നിങ്ങളിലൊരു മാനസാന്തരമുണ്ടോ? ശരിക്കും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹൃദയം കുഞ്ഞുങ്ങളുടെ ഹൃദയം പോലെയാകും. യേശു അതാ പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കുഞ്ഞുങ്ങളെപ്പോലെ ആയിത്തീർന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കടക്കുകയില്ല. മാനസാന്തരപ്പെട്ടവൻ്റെ ഹൃദയം എങ്ങനെയിരിക്കും? നിഷ്കളങ്കനായി, ഒരു പാപമില്ലാത്ത. ഇല്ലയോ? അങ്ങനെ ഉണ്ടോ? ഇപ്പോഴും ആ ഈർച്ചയും പിണക്കവും അസൂയയും ഇല്ലയോ? അത് പിശാച് നമ്മുടെ അകത്ത് ഇഞ്ചക്ട് ചെയ്തതാണ്. അത് ദൈവത്തിൽ നിന്ന് ഉണ്ടായതല്ല. അത് കൊണ്ടു നടക്കുന്ന നല്ലതുമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കരാകുക. മാനസാന്തരപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ ദൈവത്തോട് മടങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇതിന് മാനസാന്തരത്തെക്കുറിച്ച് ഒരുപാട് പറയാൻ പറ്റും. എങ്കിലും ബാക്കി പറയാൻ നമുക്ക് സമയം വേണമല്ലോ. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഒന്ന്, മാനസാന്തരം. ചുമ്മാ ഒരു പ്രസംഗം കേട്ട് പോകുകയല്ല. നിങ്ങളുടെ ജീവിതം പരിശോധിക്കുക. മാനസാന്തരപ്പെടണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള നമ്മളെല്ലാവരും മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടുക. ഇനി പാപം ഞാൻ ചെയ്യത്തില്ല. ഒരു തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിസ്സാര നമ്മുടെ വീടുകളിലെ ഈ കുഞ്ഞുങ്ങളൊക്കെ അപ്പനമ്മയോട് മത്സരിച്ച് സംസാരിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്, ഭാര്യ ഭർത്താവ് തമ്മിൽ എപ്പോഴും വഴക്കാണ്, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ, ഇതെല്ലാം ആത്മീയതയ്ക്ക് നല്ലതല്ല. ഇല്ലയോ? ഒരു ചെറിയ തീയാണ് വൻ കാടിനെ കത്തിച്ച് കളയുന്നത്. അപ്പോൾ ഒരു ചെറിയ കോപമെന്ന അനീതി നമ്മളെല്ലാം നിസ്സാരമായി കണക്കാക്കുന്ന, വലിയ പർവ്വതം തട്ടി ആരും വീണിട്ടില്ല, ചെറിയ കല്ല് തട്ടിയാൽ താഴെ വീഴുന്നവർ. നമ്മൾ ചെറുതെന്ന് കരുതുന്നതാണ് നമ്മുടെ വീട്ടിൽ വീഴ്ച ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ നാമെ തിരുവചനപ്രകാരം നല്ല ഒരു വിശുദ്ധ ജീവിതമായിരിക്കണം ആ കുടുംബത്തിൻ്റെ അകത്ത്. അവിടെയാ ക്രിസ്തു വാസം ചെയ്യുന്നത്. ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ആ കുടുംബം സ്വർഗതുല്യമാകും. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം. അപ്പോൾ ഞാൻ ആ സമയത്ത് ആ കുടുംബത്തെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകും. പള്ളി വരുന്നവരല്ല, എങ്കിലും ആ കുടുംബനാഥൻ എന്നോട് വലിയ ബഹുമാനമാണ് പുള്ളി. പക്ഷെ ഫുള്ളായിട്ട് മദ്യപിക്കും, എപ്പോഴും മദ്യപിക്കും. പുള്ളിയാണെങ്കിലോ മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു ലെവലും ഇല്ല. ആമേ സ്തോത്രം. രാത്രിയൊക്കെ വെട്ടുകത്തി എടുത്തിട്ട് ടോർച്ച് ലൈറ്റും കൊണ്ട് പുറത്തു പോകും. എല്ലാവരെയും ചീത്ത വിളിക്കും. ടോർച്ച് ലൈറ്റ് കറക്കി വെട്ടുകത്തിയും കറക്കി ആക്കും. ആർക്കും ഒരു കണ്ണ് കാണാൻ പറ്റത്തില്ല. പുള്ളിക്ക് പുതിയ അടവാണ്. പ്രൈസ് ദി ലോർഡ്. കൈയൊക്കെ വെട്ടി വെച്ച് അറുത്ത് അതിൻ്റെ തഴുമ്പുകളാണ്. അത്ര മോഡേണായ മനുഷ്യനാണ്. പക്ഷെ എന്നെ കണ്ട വലിയ ബഹുമാനമാണ്. ഞാൻ കൂടെ പോയി പ്രാർത്ഥിക്കും. പുള്ളിയോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പുള്ളി ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടേയിരുന്നു. ഞാനൊരു തീരുമാനമെടുത്ത് പുള്ളിയെ എങ്ങനെയെങ്കിലും രക്ഷയിലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്.
എല്ലാ ദിവസവും പോകും ഞാൻ. പുള്ളി പണി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വീട്ടിലിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പോകും. അപ്പോൾ എന്നെ കണ്ടോളം ചിരിച്ചിട്ട് വരും, ഞാനിപ്പോൾ കുളിച്ചിട്ടിപ്പോൾ വരാം. ഞാനങ്ങനെ പിടിച്ചിരുത്തി കുറേ ദിവസം ഞാനിങ്ങനെ വചനങ്ങൾ പഠിപ്പിച്ചു സംസാരിച്ചു. പുള്ളിക്ക് ആ മദ്യപിക്കണമെന്നുള്ള ആ ഒരു തോന്നലങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കുടുംബത്തിലെ ഒരു സഹോദരി ഒരു ദിവസം ഒരു ഭ്രാന്തിയെപ്പോലെ ഞാൻ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് കയറി. അവർ പോയത് ആറ്റിൽ ചാടി അവർ മരിക്കാൻ വേണ്ടിയാണ് പോയത്, സൂസൈഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനും അങ്ങോട്ട് പോകുന്നത്, സംസാരിക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒടുവിൽ എങ്ങനെയായാലും ആ സഹോദരൻ ഗുണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ ഗുണപ്പെട്ട്, അല്ലെങ്കിൽ ആ സഹോദരി ആരാധനയ്ക്ക് വന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ വീട്ടിൽ ഒരു വസ്ത്രം ഉണ്ടാകത്തില്ല, മൊത്തം വാരിച്ചൂടും, ഒരു പാത്രം ഉണ്ടാകത്തില്ല. എല്ലാത്തെയും അടിച്ച് നശിപ്പിച്ച് ഇങ്ങനെ കുളമാക്കിയിരിക്കുന്ന ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് അടുത്തടുത്ത് ചേറിലിരുന്ന് TV നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളൊക്കെ സോൾവായി. ഇപ്പോൾ ആ സഹോദരി ആരാധനയ്ക്ക് വരാതെയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഇപ്പം എൻ്റെ കുടുംബം സ്വർഗമാണ്, ഇപ്പം എൻ്റെ കുടുംബം സ്വർഗമാണ്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് TV കാണുക. ഞാൻ നന്നാ പറഞ്ഞു, ആരാധനയ്ക്ക് രണ്ടുപേരും വരെ വരാമെന്നൊക്കെ പറയും. ഞാൻ നന്നാ ശ്രമിച്ചു. ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ വരാതിരിക്കും, പിന്നെ അങ്ങനെയൊക്കെ വരും. അങ്ങനെ പോയി അവർ പാട്ട് പോയി. എനിക്കും അവരെ മാത്രം നോക്കിയാൽ പോരല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ വീണ്ടും അത് കുഴപ്പമായി, വീണ്ടും റിവേഴ്സിൽ പോയി. ശ്രദ്ധിക്കുക, രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിലാകുവാൻ, ആമേൻ സ്തോത്രം, ക്രിസ്തുവിൽ ആയി സഭയോട് ചേർന്ന് കഴിഞ്ഞാൽ ധാരാളം നന്മയുണ്ട്. നമുക്ക് താഴോട്ട് പറയാം. അടുത്ത സ്റ്റെപ്പ്, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി മാത്രമേ സ്നാനമേൽക്കാവൂ. മാനസാന്തരപ്പെട്ടവർ മാത്രമേ സ്നാനമേൽക്കാവൂ. മാനസാന്തരപ്പെടാത്തവനെ സ്നാനപ്പെടുത്തിയാൽ സ്വർഗീയ കോടതിക്ക് ഉത്തരം പറയേണ്ടത് വരും, സ്നാനപ്പെടുത്തിയ വ്യക്തി. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ പ്രായമുള്ളവർ അവരുടെ പൾസ് കുറയുമ്പോൾ ഡോക്ടേഴ്സ് പറയും രക്ഷപ്പെടത്തില്ല, കൊണ്ടുപോയിക്കോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു, ഇതിപ്പോൾ പോകും എന്നുള്ള ഒരവസ്ഥയാണ്. നമുക്ക് അർജൻറ്റായിട്ട് പോവുകയും ചെയ്യണം. എടുത്ത് കുഴിച്ചിട്ടിട്ട് പോയാലോ? ഇല്ലയോ? ഡോക്ടേഴ്സ് പറഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞു, പൾസും കുറയുക. എങ്കിലും എനിക്ക് അർജൻറ്റ്, അതുകൊണ്ട് ഞാനെടുത്ത് കുഴിച്ചിട്ടിട്ട് പോയാൽ അടുത്ത നിമിഷം വരും കൊലപാതക കേസ് എൻ്റെ മേളിൽ വരും. മരിക്കാത്തവനെ കുഴിച്ചിട്ട് നീ ഇല്ല പാസ്റ്റർ, ഇല്ല സാറേ, ഡോക്ടേഴ്സ് പറഞ്ഞു മരിക്കും. അത് മരിക്കട്ടെ, പിന്നീട് കുഴിച്ചിടാം. മരിക്കാത്തവനെ നീ കുഴിച്ചിട്ടാൽ അത് കൊലപാതകമാണ്. ഇന്ന് ആത്മീക കൊലപാതകമാ സഭകളിൽ. മരിക്കാത്തവനെല്ലാം കുഴിച്ചിട്ടതായി പറയുന്നു. ശ്രദ്ധിക്കുക, മാനസാന്തരം ഒന്ന്, അത് നടന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. ഈ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:38, ആമേൻ സ്തോത്രം, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് ആമേൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്നാനമേൽക്കണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും, ആമേൻ, വിശ്വസിക്കുകയും. ചിലരെങ്ങനെയാ ഭയങ്കര വിശ്വാസം കൊണ്ട് നടക്കുക. സ്നാനപ്പെട്ടോന്ന് കേട്ടാ സ്നാനപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഭൂമിയിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്നാനങ്ങൾ കാണാം. ആര് സ്നാനം എടുക്കണം, ആര് സ്നാനം കൊടുക്കണം, അതിന് നിയമമുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം നിയമപുസ്തകം അറിയാമോ? പുതിയ നിയമമാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു എല്ലാവരും എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. സ്നാനം ആര് കൊടുക്കണം, ആരെടുക്കണം, അതിന് നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴാണ് സ്നാനപ്പെടുത്തിയ? അറിയത്തില്ല. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു കൊച്ചിലെ കൊടുത്തുന്നു.
ഇല്ലയോ? ജനിച്ച് 41 കഴിയുന്ന മുമ്പേ. അതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. അമ്മയ്ക്ക് കൊച്ചിനെ പള്ളിയിൽ കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അതിന് പകരമായിട്ട് സ്പെയറായിട്ട് തലത്തൊട്ടപ്പനും തലത്തൊട്ട അമ്മയോ എന്ന് പറയും. ഇല്ലയോ? അപ്പോഴാ ചോദിക്കുന്നത്, കൊണ്ടുപോയത് വേറല്ല, സ്വന്തം അപ്പനും അമ്മയല്ല കൊണ്ടുപോയത്, അത് വാടകയാണ്. അവിടെ പോയപ്പോൾ ആമേ ചോദിക്കുന്നു, കുഞ്ഞിനോടാ ചോദിക്കുന്നത്, ഇല്ല കുഞ്ഞിനോടാ ചോദിക്കുന്നത്, നീ ആമേ പിശാച് അവൻ്റെ പ്രവൃത്തിയും വിട്ട് മെസ്സിഹായോട് പറ്റി ജീവിക്കുമോ? കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചിട്ട് കൂടെ പോയാൾ പറയും, അത് അങ്ങനെ ചെയ്തോളാം. കുഞ്ഞ് വല്ലതും അറിയുന്നോ? കുഞ്ഞ് വല്ലതും അറിയുന്നോ? ആരാ ഉടമ്പടി ചെയ്യേണ്ടത്? തമാശക്കല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. അല്പം ബോധമുള്ളവരാ നിങ്ങളെല്ലാവരും, അല്പം അറിവുള്ളവരാ. വലിയ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ആമേ ഇതിൽ സാമാന്യമായിട്ട് നല്ല ചിന്തിക്കാൻ അറിവുള്ളവരാ. അറിവില്ലാത്ത ആരും ഇതിൻ്റെ അകത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, വേദപുസ്തകത്തിലെ എന്ത് വ്യവസ്ഥയുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപാട് പറയാൻ എനിക്ക് സമയമില്ല, നിങ്ങളത് പഠിക്കണം, അറിയണം. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു വിവാഹ ശുശ്രൂഷ നടക്കുന്ന സമയം വിവാഹം നടത്തി വയ്ക്കുന്ന ഉപദേശി ചോദിച്ചു, ആമേ പെണ്ണിനോട് ചോദിച്ചു, നിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ പുരുഷനെ നിൻ്റെ വിവാഹ പുരുഷനായി സ്വീകരിച്ച് അവനോട് ജീവിക്കാൻ ആമേ നീ സമ്മതിക്കുന്നുവോ? പെണ്ണ് നാണക്കേട് കൊണ്ട് കുഞ്ഞു നിന്നൊന്നും മിണ്ടിയില്ല. അപ്പം ഇവളെന്തെങ്കിലും മൂണിയാലല്ലയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്പം സമയമെടുത്തപ്പോൾ പുറകെ നിന്നൊരു ശബ്ദം. അപ്പോൾ ഉപദേശി പറഞ്ഞു, അമ്മച്ചി മിണ്ടാതിരിക്കുക, ഇവള് പറയട്ടെ, ജീവിക്കേണ്ടവൾ ഇവളാ, ഈ മനുഷ്യനോട് ജീവിക്കേണ്ടത് ഇവളാ, ഇവള് സമ്മതം പറഞ്ഞാലേ നടത്താൻ പറ്റത്തുള്ളൂ. അമ്മച്ചിക്ക് വിശന്നിട്ട് വയ്യ, ഇനി കാര്യം മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു മൂണലിൻ്റെ ആവശ്യമുണ്ട്, അത് നമ്മൾ കൊടുത്തേക്കാം. അമ്മച്ചി ആ മൂണി കൊടുത്തേ. അതുപോലെയാ ഈ തലത്തൊട്ടപ്പനും തലത്തൊട്ട അമ്മയും. മാനസാന്തരപ്പെട്ട് ഒരുങ്ങാതെ എന്തുവാ സ്നാനം? അതുകൊണ്ടാണ് ഇന്ന് കാണുന്നത് ക്രിസ്ത്യാനിറ്റി എവിടെ? യേശു എവിടെയെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട് പാസ്റ്ററേ അത്ഭുതം നടക്കുന്നത്? എന്തുകൊണ്ട് വിടുതലില്ല? ആകെ കുഴഞ്ഞു കിടക്കുക. എവിടെ മാനസാന്തരം? എവിടെ യഥാർത്ഥ സ്നാനം? ആർക്ക് വചനം? ആർക്കും വചനം വേണ്ട. ആർക്കും പഠിക്കാനും സമയമില്ല, കേൾക്കാനും സമയമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്നോട് ചിലർ പറയും, പാസ്റ്ററെ ഈ വീഡിയോസ് എല്ലാം ചെറുതായിട്ടാണ്, ഒരുപാട് ഇട്ടാൽ ഒരുപാട് കേൾക്കത്തില്ലെന്ന്. ശരിയാ, ആർക്കും സമയമില്ല. ആദ്യം ഒരു മെസ്സേജ് വീഡിയോയിൽ കണ്ട ആദ്യം നോക്കുക, സമയമാണ് നോക്കുന്നത്. കേൾക്കാം, 5 മിനിറ്റ് കേൾക്കാം, ഇല്ലയോ? അരമണിക്കൂർ സമയമില്ല, കിണ്ടി അങ്ങോട്ടാ. ഒന്നിനും സമയമില്ല. പക്ഷേ ആശുപത്രി കിടക്കാൻ, ICUവിൽ കിടക്കാൻ ധാരാളം സമയമുണ്ട്. അപ്പോഴും ഡോക്ടറോട് പറയും, ഞാൻ അർജൻറ്റാ വീട് വരെ പോയിട്ട് വരാം. അവർ പറയും, അങ്ങനെ പൊയ്ക്കോ, നിൻ്റെ കഥ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നിനും സമയമില്ല. ഒരിക്കലൊരു ദൈവദാസനെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റൽ മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, ഇതെന്തോ ഹോസ്പിറ്റലിൽ പോയി മിനിസ്ട്രി ചെയ്യും, അവിടെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളെന്തിനാ പോകുന്നത്? അവർ പുള്ളി പറഞ്ഞെങ്ങനെയാണ്, പാസ്റ്ററെ വൻ പുലികളെ പിടിക്കണമെങ്കിൽ അവിടെ പോകണം. കാരണം അവർ ഈ ആശുപത്രി കിടക്കയിൽ അവർ അടങ്ങി കിടക്കത്തുള്ളൂ. മറ്റേതൊരു വീട്ടിൽ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയാൽ അവൻ കുടുംബനാഥൻ പുള്ളിക്ക് വല്ലതും കൊടുത്തങ്ങോട്ട് ഭാര്യയോട് പറഞ്ഞിട്ട് അങ്ങ് പോവുക. എന്താ ഭിക്ഷക്കാരൻ വീട്ടിൽ കയറിയതുപോലെ, ഇല്ലയോ? എന്താ ഭിക്ഷക്കാരൻ വീട്ടിൽ കയറിയതുപോലെ പുള്ളിക്ക് വല്ലതും കൊടുത്തങ്ങ് വിടുന്നു. നമ്മൾ വല്ല വാങ്ങിക്കാൻ നടക്കുക, ഇല്ലയോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടാമത് സ്നാനം ഏറ്റിരിക്കുക. എന്തിനാ സ്നാനം ഏൽക്കുന്നത്? എന്തിനാണ് സ്നാനം? ഒന്ന്, പാപസംബന്ധമായി മരിച്ച മനുഷ്യനെ യേശു ക്രിസ്തുവോട് കുഴിച്ചിടാൻ, ഇല്ലയോ? ആമേൻ. പാപസംബന്ധമായി മരിച്ചവനെ യേശുവോട് കുഴിച്ചിടാൻ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഇല്ല അതിൻ്റെ ആ ആ ആ ആ ആ ആ ആ ആ സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഒന്നാമത്, എന്നിൽ മരിച്ച മനുഷ്യൻ യേശു ക്രിസ്തു പാപസംബന്ധമായി മരിച്ചു, അടക്കപ്പെട്ടു,
ആമേൻ. മൂന്നാം ദിനം അവൻ പുനരുത്ഥാനം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്. മൂന്നാം ദിനം അവൻ പുനരുത്ഥാനം പ്രാപിച്ചു. അവൻ പുനരുത്ഥാനം പ്രാപിച്ചത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിന് ഇത്ര വാല്യൂ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പാപസംബന്ധമായി മരിച്ച എന്നിലുള്ള പാപമനുഷ്യനെ ഞാൻ ക്രിസ്തുവോട് കൂടെ കുഴിച്ചിട്ടു. സ്നാനത്തിൽ രണ്ട് കാര്യം, ഒന്ന് അടക്കം, മറ്റൊന്ന് പുനരുത്ഥാനം. സ്നാനത്തിൽ ഇത് രണ്ടും നടന്നിരിക്കണം, ഇല്ലയോ? ലോകപ്രകാരമായി കാണുമ്പോൾ ഒരടക്കത്തിന് പോയാൽ അടക്കി കഴിഞ്ഞു, നമ്മളിഞ്ഞ് പോവുക. എന്നാൽ ഈ ആത്മീക ശുശ്രൂഷയിൽ യേശുക്രിസ്തുവോടുകൂടെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ആ റോമാലേഖനം 6:4 ഒന്ന് വായിച്ചാൽ, ആ ആ ആ ആ ആ ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ, കണ്ടോ, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോ മരിച്ചു, മാനസാന്തരം, മരണവും, സ്നാനം, അടക്കവും, പുനരുത്ഥാനവും. ഹല്ലേലൂയ. അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങുമ്പോൾ എൻ്റെ പാപ മനുഷ്യൻ ക്രിസ്തുവോടുകൂടെ അടക്കപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ക്രിസ്തു മൂന്നാം ദിനം പുനരുത്ഥാനം പ്രാപിച്ചതുപോലെ ഞാനൊരു പുതിയ മനുഷ്യനാണ്. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ, പഴയതെല്ലാം ഒഴിഞ്ഞുപോയി. ഇല്ലയോ? പഴയതെല്ലാം ഒഴിഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഈ വചനം സഭയിൽ ഒരു പ്രസംഗിയാർ പ്രസംഗിച്ചപ്പോൾ ഒരുത്തൻ പെട്ടെന്ന് സ്നാനത്തിന് തന്നെ ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ആവേശത്തോടെ എനിക്ക് സ്നാനം വേണമെന്ന് പറഞ്ഞു സ്നാനം കൊടുത്തു. പുള്ളി സ്നാനപ്പെട്ടിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പണ്ട് കടം കൊടുത്ത ഒരു മനുഷ്യൻ വന്നു. ഇവൻ കുറേ കടം വാങ്ങിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ചട്ടയിൽ പിടിച്ച് ചോദിച്ചു, എടാ കാശ് തരാൻ, നീ കടം വാങ്ങിച്ചിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, നിന്നോട് കടം വാങ്ങിച്ച പഴയ മനുഷ്യൻ മരിച്ചുപോയി, ഞാനിപ്പോൾ പുതിയ ആളാണ്. എങ്ങനെയുണ്ടോ? നമ്മളാൾക്കാർ ഭയങ്കര ബുദ്ധിയാ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പറഞ്ഞു, പഴയ മനുഷ്യൻ മരിച്ചു, ഞാനിപ്പോൾ പുതിയ മനുഷ്യനാ. നിന്നോട് കടം വാങ്ങിച്ചവൻ മരിച്ചുപോയി, ഞാനിപ്പോൾ പുതിയ ആളെ, തുടരുത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ട്? ഇല്ലയോ? സ്നാനപ്പെടുന്ന മുമ്പേ കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് തീർത്ത് ഗുണപ്പെട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം, ഇല്ലയോ? ചിലർക്ക് എങ്ങനെയാണ്? രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സ്നാനം, കടഭാരത്തിൽ. ആര് പറഞ്ഞു? സ്നാനപ്പെട്ടത് കൊണ്ടല്ല, യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിനക്ക് സൗഖ്യമുണ്ടാകും. സ്നാനപ്പെട്ടത് യേശുവോട് ചേരുവാൻ. ദൈവത്തിൻ്റെ നിയമം, അത് ദൈവത്തിൻ്റെ നീതിയാ, അത് നിവർത്തിക്കാനാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് ആമേ സ്തോത്രം. ഒത്തിരി പേരുണ്ട് അങ്ങനെ, ചുമ്മാ പറയും, നീ വന്ന് സ്നാനപ്പെടും, നിൻ്റെ രോഗം മാറും. അങ്ങനെ മാറത്തില്ല കേട്ടോ. പക്ഷെ രോഗസൗഖ്യമുണ്ട്. അവൻ സൗഖ്യദായകൻ ക്രിസ്തുവാണ്. അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. അത് വേറെ സെക്ഷനാ, വേറെ സിസ്റ്റമാ. അല്ല, സ്നാനപ്പെട്ടോടെ സൗഖ്യം വരും എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. സ്നാനപ്പെടുന്ന എനിക്ക് യേശുവോട് ചേരും, അവനോടുള്ള ഉടമ്പടിയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്നാനപ്പെടുന്നത് ആമേ സ്തോത്രം ഒരു വിഷയമുണ്ട്. ആമേ ഒന്നാമത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, മനസ്സാന്തരപ്പെടുക, സ്നാനപ്പെടുക. അങ്ങനെ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവൻ ഒരു പുതിയ മനുഷ്യനായി. ശ്രദ്ധിക്കുക, പഴയ നിയമം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനെ എവിടെയാക്കി? ഏദേൻ എന്നൊരു തോട്ടത്തിലാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ ഏദേൻ എന്ന തോട്ടത്തിൽ ആക്കി. അപ്പോസ്തലർ 2:47 പറയുന്നു, ദൈവം രക്ഷിച്ചവനെ സഭയിൽ കൊണ്ടാക്കി. പഴയ നിയമത്തിലെ ഏദേൻ തോട്ടവും പുതിയ നിയമത്തിലെ സഭയും സമമാണ്. അവിടെ സൃഷ്ടിച്ച മനുഷ്യനെ ഏദേനിലാക്കി, ഇവിടെ രക്ഷിച്ച മനുഷ്യനെ സഭയ്ക്കകത്താക്കി. അവിടെ 3 വിധമായ വൃക്ഷങ്ങളുണ്ടായിരുന്നു, ഇവിടെയും അങ്ങനെ 3 വിധമായ വൃക്ഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന ജീവവൃക്ഷം, സഭയുടെ മധ്യേ നിൽക്കുന്ന ജീവവൃക്ഷം ക്രിസ്തുവാ. മനസ്സിലാവുന്നുണ്ടോ? ഒറിജിനൽ ഇവിടെയാ.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിത്യജീവനെ നൽകുമെന്നുള്ളതാണ് അവൻ്റെ വാക്തത്വം. 1, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. 2, മാനസാന്തരപ്പെടുക. 3, സ്നാനപ്പെടുക. 4, സഭയോട് ചേരുക. അല്ലെന്ത് ചെയ്യണം? സഭയോട് ചേരണം. എന്താണ് സഭ? എന്തിനാണ് സഭ? സഭയുടെ ഉദ്ദേശം എന്താണ്? ചുമ്മാ നമുക്ക് വല്ലപ്പോഴും പോയി വരാനല്ല. എന്തിനാണ് സഭ? എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ സഭയ്ക്കകത്ത്, ദൈവം സഭയ്ക്കകത്ത് 5 വിധമായ ശുശ്രൂഷ വെച്ചു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും അവൻ നിയമിച്ചു. സഭയ്ക്കകത്ത് 5 വിധമായ ശുശ്രൂഷകളെ അവൻ നിയമിച്ചു. എന്തിനാണ്? വായിച്ചാട്. ആ ശുശ്രൂഷ അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും പൂർണ്ണത പ്രാപിക്കുവാൻ, തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ കണ്ടോ, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ക്രിസ്തുവിൻ്റെ ശരീരം, സഭയുടെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സഭയുടെ ആത്മീക വർധനയ്ക്ക് ആ ശുശ്രൂഷ. നാം ആത്മീക, താഴെ അടുത്ത വാക്യം, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന നിങ്ങൾ ഉപദേശത്തിൻ്റെ കാറ്റുകളാൽ അലഞ്ഞു ഉഴയുന്ന നിങ്ങൾ ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ വചനമനുസരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം എല്ലാവരും വളരണം ആത്മീകതയിൽ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. എല്ലാ വാക്യങ്ങളാണ്, എൻ്റെ സ്വന്തം അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ എന്തിനാ സഭയ്ക്ക് പോകുന്നത്? എന്തിനാ സഭയ്ക്ക് പോകുന്നത് അറിയാമോ? ആമേൻ, സ്തോത്രം. വെറുതെ പോയി വരികയല്ല. ഇല്ല, എൻ്റെ അപ്പൻ അമ്മച്ചിയൊക്കെ പോയി, അതുകൊണ്ട് ഞാൻ പോവുക. ക്രിസ്ത്യാനികൾ പള്ളിക്ക് പോകുന്നു, അതുകൊണ്ടാണ് ഞാൻ പോവുക. എന്തിനു പോകുന്നു? സഭ എന്തിനാണ്? രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയ്ക്കകത്ത്, സഭയോട് ചേർത്തെങ്കിൽ സഭയ്ക്കകത്ത് അവർക്ക് ശുശ്രൂഷ വച്ചിട്ടുണ്ട്. നിങ്ങളൊരു വിഷയം മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയുടെ ശുശ്രൂഷ എത്ര ആവശ്യമാണ്? ഇല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു അമ്മയുടെ ശുശ്രൂഷ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് എത്ര ആവശ്യമാണ്? അതുപോലെയാ ഒരു സഭയ്ക്കകത്ത് ആത്മീകമായി വീണ്ടും ജനനം പ്രാപിച്ചവൻ ആത്മീകമായി വളരുവാനുള്ള നല്ല ശുശ്രൂഷ ലഭിക്കുന്നത് സഭയിലായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് സഭായോഗം മുടക്കരുത്. ഇല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇപ്പം ഇരിക്കുന്ന സിസ്റ്റം പോലെ വെറുതെ പോയിട്ട് വല്ലതും ചടങ്ങിനുള്ള പ്രസംഗം. ഇപ്പോൾ അങ്ങനെയാ ഒത്തിരി പേർക്ക്. ഞായറാഴ്ച എന്ത് പ്രസംഗിക്കാം? എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കാം. അതല്ല, ഇത് ആത്മാവിലെ ട്രീറ്റ്മെൻറ്റാണ്. ഒരു രോഗിയെ പൂർണ്ണ ആരോഗ്യവാനാക്കുന്നത് പോലെ ഒരു പാപിയെ ഒരു പൂർണ്ണമായ ഒരു ദൈവ പൈതലായി മാറ്റിയെടുക്കുവാനുള്ള ശുശ്രൂഷകളാണ് സഭയ്ക്കകത്ത് ദൈവം വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദി സഭ എങ്ങനെയായിരുന്നു? ആദി സഭ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന് 42-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ആദി സഭ അന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ടു. അതിന് മുമ്പിലത്തെ വാക്യങ്ങൾ. അന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ടു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും, രണ്ടാമത് കൂട്ടായ്മ ആചരിച്ചു, കർത്തൃമേശ എടുത്തു, പ്രാർത്ഥിച്ചും പോന്നു. കണ്ടോ? അന്ന് അവരെങ്ങനെയായിരുന്നു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടു, അവർ കൂട്ടായ്മകൾ ആചരിച്ചു, അവരപ്പം നുറുക്കി, അവർ പ്രാർത്ഥന കഴിച്ചു പോകുന്നു.
ആദി സഭ അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 46, 47 വാക്യങ്ങളൊന്ന് വായിച്ചാൽ, അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി എല്ലാ ദിവസവും, ഇത് 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം പോകും. ഈ 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം വിശ്രമിക്കുക എന്നുള്ളത് ന്യായപ്രമാണത്തിലുള്ള പ്രമാണമാണ്. അത് ന്യായപ്രമാണത്തിൽ വരുന്നതാ. പുതിയ നിയമസഭയിൽ നമ്മൾ കാണുമ്പോൾ അവർ അനുദിനവും എല്ലാ ദിവസവും ദൈവാലയത്തിൽ കൂടി വന്നു, വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും അവർ ഹൃദയ പരമാർത്ഥത പൂണ്ട് സകല ജനത്തിൻ്റെ മധ്യേ അവർ കൃപ അനുഭവിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, രണ്ടാമത് മാനസാന്തരപ്പെടുക, 3 സ്നാനമേൽക്കുക, 4 സഭയോട് ചേരുക. അപ്പോൾ സഭയ്ക്കകത്ത് ശുശ്രൂഷ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പോകുന്ന സഭയിൽ അത് ലഭിക്കണം, ഇല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങളെ വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ ആത്മീയതയിലേക്ക് മുമ്പോട്ട് നയിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്നിട്ട് എന്തോ കാര്യം? ഞാൻ കമ്മിറ്റിയിലെ മെമ്പറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഫിനാൻസിൽ മിനിസ്റ്ററാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യേശു ക്രിസ്തുവോട് ഫിനാൻസിൻ്റെ കാര്യം നോക്കി നടന്ന ആളാ ആര്? യൂദാസ്. യൂദാസ് കൂടെ നടന്നു, യേശുവോട് കൂടെ നടന്നു, ഫിനാൻസ് മിനിസ്റ്ററാണ് യേശുവിൻ്റെ. ഇല്ലേ, പണസഞ്ചിയും കൊണ്ട് നടക്കുക, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചെയ്യാൻ. പൈസലോ. അവസാനം യേശു യൂദാസിനോട് പറഞ്ഞു, നീ ചെയ്യേണ്ടത് പെട്ടെന്ന് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഇരുന്നവർ മനസ്സിലായി, ആമേ സ്തോത്രം, എന്തോ കാശ് കൊണ്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. യേശു പറഞ്ഞത് യേശുവിനറിയാം ഇവൻ കാണിച്ചു കൊടുക്കാൻ പോവാന്ന്, തന്നെ വിൽക്കാൻ പോകാമെന്ന് യേശുവിനറിയാം. ഇല്ലയോ? എപ്പോഴാണ് പോയെന്നറിയാമോ? കർത്തൃമേശയും കഴിച്ചിട്ടാണ് പോയത്. ഇല്ലയോ? ഒക്കെ കുറച്ചുകൂടെ ശക്തി കിട്ടുമല്ലോ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. യേശുവോട് നടന്നു, ഉപദേശം പഠിച്ചു, അത്ഭുതങ്ങൾ കണ്ടു. ആമേ, അവനൊരു പദവിയും ഉണ്ടായി ഫിനാൻസ് മിനിസ്റ്ററായിട്ട്. ഇല്ലയോ? 12 ശിഷ്യന്മാരിൽ ഒരുത്തനാണ്, പദവിയുമുണ്ട്, കർത്തൃമേശയും എടുത്തു. എന്നാൽ യേശുവിനെയും കാണിച്ചു കൊടുത്തു, അവസാനം കെട്ടിയാന്ന് ചാവുകയും ചെയ്തു. ഇതുപോലെ ആകരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം. പള്ളിയിൽ പോയതിനൊരു കുറവുമില്ല, പ്രാർത്ഥിച്ചതിനൊരു കുറവുമില്ല, ഉപവസിച്ചതിനൊരു കുറവുമില്ല, അവസാനം നരകത്തിൽ പോവുക. അങ്ങനെയാണോ? നല്ല പ്രത്യാശയുള്ള ക്രിസ്തീയ ജീവിതമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ താഴോട്ട് പറയുമ്പോൾ ഞാൻ പറയാം. അപ്പം 4-ാമത്തെ വിഷയം, സഭയോട് ചേരുക, സഭയിലെ നന്മകൾ അനുഭവിക്കുക. ഈ സഭയ്ക്കകത്താണ് വിശ്വാസികളെ പ്രത്യാശ ഉള്ളവരായി യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനായി ഇവരെ ഒരുക്കിയെടുക്കുന്ന പ്രോസസ്സ് ഈ സഭയ്ക്കകത്താണ്. ഇവരെ മോൾഡ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു സഭയെ അവൻ സ്നേഹിക്കുന്നു. സഭയാണ് ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. സഭയാണ് ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ. ക്രിസ്തു സഭയെ സ്നേഹിക്കും. അതിന് 29-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു സഭയെ പോറ്റി പുലർത്തുന്നു. ക്രിസ്തു സഭയെ പോറ്റി പുലർത്തുന്നു. ക്രിസ്തുവിൻ്റെ ലക്ഷ്യം മൊത്തവും സഭയാ. പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം. എബ്രായർക്ക് ലേഖനം 9:28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ, ശ്രദ്ധിക്കണമേ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമത് അവൻ വീണ്ടും വരും. ആരും സ്തുതിച്ചില്ലല്ലോ. വന്നാലെന്തോ, വന്നില്ലെങ്കിൽ എന്തോ. അങ്ങനെയാണോ? യേശു വീണ്ടും വരും. ആർക്ക് വേണ്ടി വരുന്നു? തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ സഭയെ, തൻ്റെ കാന്തയെ തന്നോട് ചേർക്കുവാൻ വരും. സഭ അങ്ങനെയാ. സഭ ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്ക് ആ പ്രത്യാശയുണ്ടോ? നമ്മളെന്താ വിചാരിക്കുന്ന അറിയാമോ? അല്പം ഒന്ന് പ്രാർത്ഥിച്ചെടുത്ത് നമുക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നും അങ്ങ് നിവർത്തി പോകുക. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനെല്ലാം യേശുവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് വാങ്ങണം. ഒരു കാര്യം പഠിക്കുക. 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം
1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, നാം ഈ ആയുസ്സിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിന് വേണ്ടി മാത്രമല്ല. ദൈവമക്കളുടെ പ്രത്യാശ ഈ ആയുസ്സിന് വേണ്ടി മാത്രമല്ല. എബ്രായലേഖനം 9:27 പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുമെങ്കിൽ നാം എല്ലാം ആമേൻ മരിക്കേണ്ടതായിരിക്കും. കർത്താവ് ഇന്നോ നമ്മുടെ മരണത്തിന് മുമ്പേ വന്നാൽ നമ്മൾ മരണത്തിൽ പ്രവേശിക്കാതെ നാം രൂപാന്തരപ്പെട്ട് ക്രിസ്തുവോട് ചേരും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അല്ല, കർത്താവിൻ്റെ വരവ് താമസിക്കുമെങ്കിൽ നാം മരിക്കേണ്ടതാകും. അങ്ങനെ മരിക്കുന്നവർ ക്രിസ്തുവിൽ മരിക്കുന്നുവെങ്കിൽ അത് ഭാഗ്യവാന്മാർ. വെളിപ്പാട് പുസ്തകം 14:13 വാക്യം പറയുന്നു, അത് പറഞ്ഞത് എഴുതുക, കർത്താവിൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവനാ. മതി. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനനം പ്രാപിക്കണം. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിൽ മരിക്കും. അല്ലാതെ സ്നാനപ്പെട്ടിട്ട് ഓടിപ്പോകുന്നവരല്ല. അവരുടെ പേര്, അവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നു പിന്മാറ്റക്കാരെന്നാ. എബ്രായർ 10:37 പറയുന്നു, അങ്ങനെ പിന്മാറി പോകുന്നവനിൽ എൻ്റെ ആത്മാവിന് പ്രസാദമില്ല, ദൈവത്തിന് പ്രസാദമില്ല. ഇല്ലേ? സ്നാനപ്പെട്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ട് സത്യത്തിൽ നിൽക്കാതെ വിട്ടുപോകുന്നവനോട് ദൈവത്തിന് ഒട്ടും പ്രസാദമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി പേര് ഉറങ്ങുക. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ദൈവവചനം ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിക്കുന്നവൻ ഭാഗ്യവാന്മാർ? ആമേൻ. വെളിപ്പാട് 20-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് പങ്കുള്ളവൻ ഭാഗ്യവാനും. ആമേൻ. അവൻ ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് പങ്കുള്ളവൻ. ക്രിസ്തുവിൽ മരിക്കുന്നവൻ എന്തുണ്ട്? ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് പങ്കുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഭൂമിയിൽ മരിക്കുന്നവരെല്ലാം പുനരുത്ഥാനം പ്രാപിക്കും. പക്ഷെ എല്ലാം ഒരുമിച്ചല്ലെന്നേ ഉള്ളൂ. എല്ലാവരും ഒരുമിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, 1 കൊരിന്ത്യർ 15:32 വാക്യം. 1 കൊരിന്ത്യർ 15:32 വാക്യം ചെയ്ത് മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക, കുടിക്കുക, നാളെ ചാവും. ഇങ്ങനെ ഇരുന്നാൽ മതി. മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കുന്നില്ല എങ്കിൽ തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? മരിച്ചവരുടെ പുനരുത്ഥാനമുള്ളത് കൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഭയോട് ചേർന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക. പ്രൈസ് ദി ലോർഡ്. അതിന് ചില ക്വാളിഫിക്കേഷൻ ഉണ്ട്. പുനരുത്ഥാനത്തിന് ചില ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ എൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം എൻ്റെ 10-ാം വാക്യം. ആ ആ ആ ആ ആ ആ ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന്. പുനരുത്ഥാനത്തിന് ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യതയ്ക്ക് ഒരുക്കിയെടുക്കുന്ന സ്ഥലമാണ് സഭ. ഒന്നിൽ ക്രിസ്തുവിൻ്റെ വരവ് അല്ലെങ്കിൽ പുനരുത്ഥാനം. രണ്ടിനും യോഗ്യത വേണം. ക്രിസ്തു വരുമ്പോൾ രൂപാന്തരപ്പെടുവാനുള്ള ആ യോഗ്യത സഭയ്ക്കകത്താണ്. അതിനാ ചില ശുശ്രൂഷകളെ സഭയ്ക്കകത്ത് വച്ചിരിക്കുന്നു. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോകും, സൗകര്യമുള്ളതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ.
ഇല്ല, കത്തർമേശ വെച്ചാൽ എടുക്കത്തില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാണത്തില്ല. വചനം കേൾക്കുമ്പോൾ ഉറങ്ങും. ഇല്ലയോ? പിന്നെ ഇതെന്തോ സഭ? വചനം ശരിക്കും മനസ്സിലാകത്തില്ല. ഞാനിതെല്ലാം പറയുന്നത് ബൈബിളിൽ നിന്നാ. അപ്പോൾ ഒരു വിശ്വാസി പോകേണ്ട ട്രാക്കാണ് ഞാൻ പറയുന്നത്. ഇല്ലയോ? അവൻ യേശുവിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, സഭയോട് ചേരുക. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്താണ് എല്ലാ കാര്യങ്ങളും ദൈവം വച്ചേക്കുന്നത്. സഭയ്ക്കകത്ത് ശുശ്രൂഷകന്മാരെ വച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷകന്മാർ എന്തിനാണ് വചന ശുശ്രൂഷ എന്നറിയാമോ? എന്തിനാ സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നത്? എന്തിനാ സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നത്? എന്തിനാ പ്രസംഗിക്കുന്നത് അറിയാമോ? ഇരുന്ന് ഉറങ്ങാനല്ല. ചിലർക്ക് അങ്ങനെയാ, പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ വല്ല വിധേന ഈ ടിക്കറ്റ് എടുക്കുന്നവരെ തന്നെ ഞാൻ ഉണർന്നിരിക്കും. ടിക്കറ്റ് വാങ്ങി പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ചൊരു ഉറക്കമാണ്. എൻ്റെ ഉള്ളിൽ ചിന്ത, എന്തിന് സമയം വേസ്റ്റാക്കുന്നു, കിട്ടുന്ന സമയം ഉപയോഗിക്കാം ഉറങ്ങിയെങ്കിലും. വായി നോക്കിക്കൊണ്ടിരിക്കണ്ടല്ലോ അവിടെ എവിടെയെന്ന്. അതുകൊണ്ട് അതിപ്പോൾ എന്തായാലും ഒരു ശീലം. ചിലപ്പോൾ ഉറക്കം വരാതിരിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഒരു യാത്ര പോയാലോ എന്ന്. ചുമ്മാ ഉറങ്ങാൻ. വണ്ടി അനങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞതാണ്. ഇതുപോലെ നമ്മുടെ ആൾക്കാർ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഒരു ഉറക്കമാണ്. അങ്ങനെ ഉറങ്ങല്ലേ. പ്രൈസ് ദി ലോർഡ്. തമിഴിലൊരു ചൊല്ലുണ്ട്, പള്ളിയിൽ ഉളങ്ങുന്നവൻ കൽവി ഇളന്താൻ. പള്ളിക്കൂടത്ത് ഉറങ്ങിയവൻ അവൻ്റെ പടത്തം പോയി. ഞാൻ പറയും, ആലയത്തിൽ ഉറങ്ങിയാൽ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും. ആത്മാവിനെ നേടണമെങ്കിൽ ഉറങ്ങാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ ഉറങ്ങരുത്, ദൈവസന്നിധിയിൽ ഉറങ്ങരുത്. അപ്പോൾ ദൈവസഭ എന്തിനാണ്? ഇവിടെയാണ് ജനത്തെ ഒരുക്കുന്നത്. എന്തിനാ? വചന ശുശ്രൂഷ. അതാണ് നമ്മൾ പഠിച്ചു വന്നത്. എബ്രായലേഖനം 13-ാം അധ്യായം, എബ്രായലേഖനം 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളെ നടത്തുന്നവരെ ഓർത്തുകൊള്ളുവിൻ. ദൈവവചനം പ്രസംഗിച്ച് അവരെ നടത്തുക, ജനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക. എന്തിനാ പ്രസംഗം? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കുക. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, നിന്റെ സത്യത്താൽ ഇവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാണ്. വചന ശുശ്രൂഷ ജനത്തിൻ്റെ ശുദ്ധീകരിപ്പിനാണ്. വചനഘോഷണം ജനത്തിൻ്റെ ആത്മീക വളർച്ചയ്ക്കാണ്. വചനഘോഷണം എന്തിനാണെന്നറിയാമോ? ജനത്തെ ഒന്ന് കർത്താവിൻ്റെ വരവിനായി ഒരുക്കിയെടുക്കുവാൻ. പ്രസംഗം എന്തിനാണെന്നറിയാമോ? ഇവൻ പുനരുദ്ധാനത്തിൻ്റെ ആ യോഗ്യത പ്രാപിച്ചെടുക്കുവാൻ. സഭയ്ക്കകത്താണ് എല്ലാം. സഭയാണ് ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഈ സഭയ്ക്കകത്തായിരിക്കുമ്പോൾ അടുത്ത 5-ാമത്തെ വിഷയം എന്നുള്ളത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2:38 വാക്യം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കും. നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലാത്തവൻ പ്രാപിക്കുന്നത് എങ്ങനെയാ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സ്തോത്രം ഉറക്കെ പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും പ്രാപിക്കാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പം ആര് പ്രസംഗിക്കുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? ഇല്ലയോ? പഴയ കാലത്തിലെ സഭയിലെ നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിനെ എല്ലാവരും പ്രാപിക്കണമെന്ന് അതിനെക്കുറിച്ചുള്ള ഉപദേശവും അതിനുവേണ്ടി ഒരുക്കവും അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പോൾ അത് എല്ലാം മുട്ടായി പ്രസംഗമായി. ഇപ്പോൾ അല്ലയോ? എല്ലാം പ്രോസ്പെറിറ്റി പ്രീച്ചിങ്ങാ, എല്ലാം ബ്ലെസ്സിങ്ങാ. യഥാർത്ഥ സത്യം മറച്ചു വെച്ച ഇല്ലയോ റെഡിമെയ്ഡ് സത്യങ്ങളെല്ലാം എല്ലാത്തിനും. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാം വാക്യം. എന്തുകൊണ്ട് പരിശുദ്ധാത്മാ
ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് അറിയുകയോ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട്, കേൾക്കാത്തത് കൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ പഠിച്ചു വരുന്നത് ഒരു വിശ്വാസി പോകേണ്ട ട്രാക്കാണ്. ഇങ്ങനെയാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം? ആലോചിച്ച് നോക്കേ. നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രത്യാശയുണ്ടോ? പുനരുദ്ധാനത്തിനെ കുറിച്ച് പ്രത്യാശയുണ്ടോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പുനരുദ്ധാനം പ്രാപിക്കുമെന്നുള്ള ഉറപ്പ്, ധൈര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ കാഹളം ധ്വനിക്കുമെങ്കിൽ യേശുവോട് പോകാനുള്ള ഒരുക്കമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കയ്പും പിണക്കവും അസൂയയും ജഡീയ ചിന്തകൾ കൊണ്ട് യേശുവോടുകൂടെ പോകാൻ കഴിയുകയില്ല. അതിനൊരു പ്രത്യേക ക്വാളിറ്റി വേദപുസ്തകം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, സത്യ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും, ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് അവനെ സകല സത്യത്തിലും നയിപ്പാനിടയാകണം. റോമാലേഖനം 8:14 പറയുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിൻ്റെവനല്ല, അവൻ ദൈവ പൈതലല്ല. അവൻ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് അവനെ നയിക്കണം. അവൻ സത്യത്തിലേക്ക് നയിക്കപ്പെടണം. ആമേ, സഭയ്ക്കകത്തിരുന്ന് വിശുദ്ധ ജീവിതം അവൻ നയിക്കണം. സാക്ഷിയായി ജീവിക്കണം. സഭയ്ക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ. മറ്റൊരു വിഷയം ഞാൻ പറയട്ടെ. സഭയ്ക്കകത്ത് വചനം കേട്ട് ഗുണം പിടിച്ച നല്ല സൽപ്രവൃത്തിയുള്ള ദൈവമക്കളായി മാറണം. നമ്മളെങ്ങനെയാകണം? സൽപ്രവൃത്തിയുള്ള ദൈവമക്കളായി. കാരണം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന സ്വഭാവങ്ങളാണ്. ആദം ഹവ്വ തെറ്റ് ചെയ്തപ്പോൾ കായിൻ തൻ്റെ സ്വന്തം സഹോദരനെ കൊല്ലുവാൻ തക്കവണ്ണം അവൻ്റെ സ്വഭാവക്കേട് അതിന്നും മാറിയിട്ടില്ല. തിരുവചനത്തിൽ ആമേ പറയാൻ പറ്റും. ഒരുപാട് സമയമെടുക്കാൻ ഇനി നമുക്ക് മുമ്പിൽ സമയമില്ല. ശ്രദ്ധിക്കുക, ഇന്നും ആ കൊലപാതകം തുടരുന്നു. തൻ്റെ സ്വന്തം സഹോദരനെ പകയ്ക്കുന്നവൻ മനുഷ്യ കൊലപാതകനാണെന്ന് ആമേ യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇല്ലയോ? യോഹന്നാൻ്റെ 1 യോഹന്നാൻ 3 ആമേ സ്തോത്രം, അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങ് മേളിൽ പഠിക്കേണ്ട, താഴെ കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. ആമേൻ. കായിൻ്റെ ഉള്ളിൽ ഭൂതം കയറി സ്വന്തം സഹോദരനെ കൊന്നു. അതുകൊണ്ട് അവിടെ എഴുതിക്കുന്ന കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സ്വന്തം സഹോദരനെ കൊന്നു. താഴോട്ട് ആ ആ ആ ആ ആ സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നമുക്കറിയാം. നിത്യജീവന് യോഗ്യമായുള്ളവൻ മറ്റുള്ളവരോട് ഭയങ്കര സ്നേഹമായിരിക്കും. വായിക്കാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം അവൻ മനുഷ്യ കൊലപാതകനാ. ആമേൻ. നിത്യജീവൻ അവനില്ല. കൊലപാതകന് നിത്യജീവനില്ല. സ്വന്തം സഹോദരനെ പകയ്ക്കുന്നവൻ മനുഷ്യ കൊലപാതകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ എത്രമാത്രം ക്വാളിറ്റി നമ്മൾ ഉണ്ടാകണം നോക്കിയേ. ഇന്നത്തെ വിശ്വാസത്തിനും ഇന്നത്തെ സഭയുടെ പോക്കിനും നമ്മുടെ ഈ വചനത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലയോ? നമ്മൾ പള്ളിയിൽ പോകുന്നെങ്കിലും മറ്റുള്ളവരോട് കയ്പും പിണക്കവും കാണിക്കുന്നത് കൊണ്ട് നമ്മളൊരു കൊലപാതകനായി പിശാച് നിർത്തിയിരിക്കുക. ഇന്ന് പകൽക്കാലം നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കുമ്പോൾ ഈ അവസ്ഥയിലെല്ലാം മാറ്റി ഒരു നിഷ്കളങ്കരായ ഒരു കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ യേശു മരിച്ചു എന്നറിയാമോ? മാനവജാതിയുടെ ഇടയിലുണ്ടായിരുന്ന ആ നല്ല സ്വഭാവങ്ങൾ വീണ്ടെടുപ്പാൻ ആ സൽപ്രവൃത്തി മനുഷ്യനിൽ വീണ്ടും ഉണ്ടാകണം. തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. യേശു നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത സൽപ്രവർത്തിക്ക് ശുഷ്കാന്തി ഉള്ളവരായി എന്തിനു വേണ്ടി യേശു കാൽവരി ക്രൂശിൽ മരിച്ചു?
എന്തിനു വേണ്ടി? തൻ്റെ ജനം, തന്നിൽ വിശ്വസിക്കുന്നവൻ സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തി ഉള്ളവനായിരിക്കണം. അതുകൊണ്ടോ നമുക്ക്? ഇപ്പം നമ്മുടെ കാര്യങ്ങൾ തന്നെ വലിയ പാടാണ്. നമ്മൾ തന്നെ ഓരോ ദിവസം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്തോ പാടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏത് സൽപ്രവൃത്തി, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആപ്പ് വയ്ക്കുന്നവർ ഒരുപാട് പേരാ. അതെല്ലാം കണ്ട് പത്തി മടക്കി മിണ്ടാതിരിക്കുക. നമ്മളിങ്ങനെ മിണ്ടാതെ അങ്ങ് ജീവിച്ചു പോകാമെന്ന് വേദപുസ്തകം പറയുന്നു. ദൈവജനം സൽപ്രവർത്തിക്കാരായിരിക്കണം. യേശു പഠിപ്പിച്ച ഗിരിപ്രഭാഷണം വളരെ പ്രശസ്തമായതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങളൊന്ന് വായിച്ചാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ ആ ആ ആ വയ്ക്കണം. ആ ആമേൻ. ആ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കണ്ട് ആ ആ ആ അവിടെ വെളിച്ചമെന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ സൽപ്രവൃത്തിയാണ്. അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ട് സ്തോത്ര സ്വർഗസ്ഥനായ പിതാവിനെ ജാതികൾ മഹത്വപ്പെടുത്തുവാനിടയാകണം. ദൈവജനമെന്നുള്ളത് സൽപ്രവൃത്തിക്കാരായിരിക്കണം. നിത്യജീവൻ പ്രാപിക്കുവാൻ സൽപ്രവൃത്തി വളരെ പ്രധാനം. വായിച്ചാട്ടെ റോമാലേഖനം 2-ാം അധ്യായം. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7, 8 വാക്യങ്ങൾ. റോമാലേഖനം 2-ന്റെ നല്ല സൽപ്രവൃത്തിക്ക് വേണ്ടതായ സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് കണ്ടോ, സൽപ്രവൃത്തിക്ക് വേണ്ടതായ നല്ല ഉറപ്പുണ്ട്. സ്തോത്രം. അക്ഷയതയും മാനവും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ താഴെ അടുത്ത വാക്യം. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി പാപം പാപത്തിൽ നിൽക്കുന്നവർക്ക് കോപവും ക്രോധവും ദൈവത്തിൻ്റെ കോപമുണ്ടാകും. നല്ല സൽപ്രവർത്തിക്കുള്ള സ്ഥിരത പൂണ്ട് അക്ഷയും മാനവും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവന. നല്ല സൽപ്രവൃത്തി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ചെയ്തു തുടങ്ങിക്കൊള്ളണം കേട്ടോ, ചെയ്തു തുടങ്ങിക്കൊള്ളണം ദൈവനാമ മഹത്വത്തിനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യർ സൽപ്രവൃത്തി ഉള്ളവരാകേണ്ടതിന് സഭയ്ക്കകത്താണ് ട്രെയിനിങ് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇത് വല്ലതും നമുക്കുണ്ടോയെന്ന് ആലോചിച്ച് നോക്കേ. സഭയ്ക്കകത്ത് ദൈവജനം 2 തീമോഥെയോസ് 3-ാം അധ്യായം 16, 17 വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസികമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഈ വചനങ്ങൾ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും മനുഷ്യരെ ഗുണപ്പെടുത്തി എടുക്കുവാൻ ദൈവം തൻ്റെ വചനം തന്നിരിക്കുന്നു. ഈ വചനത്താൽ മനുഷ്യനെ സൽപ്രവൃത്തിക്ക് യോഗ്യനായി മാറ്റണം. നമുക്കങ്ങനെയാ വേണ്ടേ? അങ്ങനെ ആയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോകുക വരിക എന്നുള്ളതാ. അതെ, ആർക്കും ഒരു ഉപദ്രവമില്ല. വരും പോകും ഇല്ലയോ? അങ്ങനെ ഇരുന്നാൽ മതിയോ? ഇല്ലയോ? എന്തിനു വേണ്ടി സഭയ്ക്കകത്തിരുന്ന് ഒരുങ്ങണം? യോഹന്നാന്റെ സുവിശേഷം 14, 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ എന്നോടുകൂടെ ചേർക്കും. ഞാൻ ഇരിക്കേണ്ട ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് തന്നെ. യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു. തീർച്ചയായും അവൻ വരും. യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ പ്രത്യാശയോട് സഭ ഒരുങ്ങുക. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. അവിടുന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. എബ്രായർ 9:28 പറയുന്നു, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കായി യേശു ക്രിസ്തു
പാപം കൂടാത്തവനായി രണ്ടാമത് വീണ്ടും പ്രത്യക്ഷനാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തു തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ കാന്തയ്ക്കായി, തൻ്റെ സഭയ്ക്കായി അവൻ വീണ്ടും വരും. അപ്പോൾ ഒരു വിശ്വാസി കടന്നു പോകേണ്ട ഒരു വഴിയാണ് നിങ്ങളോട് പറയുവാനിടയായത്. വെറുതെ പള്ളിയിൽ പോയി വന്നിട്ട് പോയിട്ടിരുന്നിട്ട് കാര്യമില്ല. ഈ അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുവോ? യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നുവോ? പ്രത്യാശയുണ്ടോ? മരിച്ചാൽ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് നിങ്ങൾക്ക് പ്രത്യാശയുണ്ടോ? പ്രത്യാശ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യേശു എഴുന്നേൽപ്പിക്കും. എങ്ങനെ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം ഒന്ന് വായിച്ചാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ, ആര്? മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവൻ ജീവിക്കുകയും ചെയ്യും. നാഴിക വരും. അതിൻ്റെ 28-29 വാക്യം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരും. എല്ലാവരും ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നില്ല. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് പങ്കുള്ളവൻ ഭാഗ്യവാനാ, അവൻ വിശുദ്ധനാ, ഇല്ലയോ? കല്ലറകളിൽ കിടക്കുന്ന എല്ലാവരും ന്യായവിധിക്കായി, നന്മ ചെയ്തവർ ജീവൻ പ്രാപിക്കാനും തിന്മ ചെയ്തവർ ന്യായവിധിക്കായി എഴുന്നേൽക്കുന്ന കാലം വരും. നമ്മളൊന്നും അറിയണ്ട. ഒരിക്കലൊരു മരണ വീട്ടിൽ, ആമേൻ, പിതാവ് മരിച്ചു കിടക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങളാ. മരിച്ച മനുഷ്യൻ്റെ ഭാര്യ കരഞ്ഞ് സങ്കടം പൊറുക്കാൻ കഴിയാതെ വീണ് കിടക്കുക. അപ്പോഴത്തേക്ക് അവിടെ നോക്കിയിരുന്നവർ കണ്ട കാഴ്ച, ആ കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പൻ്റെ ബോഡി ചുറ്റി ഓടിക്കളിക്കുക. മരിച്ചു കിടക്കുന്നത് അപ്പനാണെന്നും അടുത്ത് മുമ്പോട്ടുള്ള ജീവിതത്തിന് സഹായിക്കാനുള്ള ആൾ പോയെന്നുള്ളതും ഒരു ബോധമില്ലാത്ത അവസ്ഥയാണ്. അത് കണ്ടപ്പോൾ അവിടെ കണ്ടു നിന്നവർ പൊട്ടിക്കരഞ്ഞു, പൊത്തിക്കരഞ്ഞു. കാരണം അവർക്കറിയാം ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയുന്നില്ല. ഇന്നത്തെ സഭ അങ്ങനെയാ. എങ്ങോട്ട് പോകുന്നു എന്ന് ഒന്നും അറിയാതെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ആയിത്തീരരുത്. അറിയുക, യേശു ഇതാ അവൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 22-12 വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശു പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കതായി പ്രതിഫലം കൊടുപ്പാൻ. ആമേൻ. എന്തിനാ യേശു വരുന്നത്? പ്രതിഫലം നൽകുവാൻ, അവൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം നൽകുവാൻ. ഇവിടെ എന്തുവാ? സഭയ്ക്ക് പോകാതെയും ദൈവവചനം വായിക്കാതെയും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നവർക്ക് എന്ത് പ്രതിഫലം ലഭിക്കും? ശ്രദ്ധിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടുക. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, മാനസാന്തരപ്പെട്ട, സ്നാനപ്പെട്ട, സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയ്ക്കകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി വരവിൻ്റെ പ്രത്യാശയോട് ഒരുങ്ങുക. നല്ല സൽപ്രവൃത്തിയുള്ള ദൈവജനമായി മാറണം. ഇതൊക്കെ ബൈബിളിലുള്ളതാ, എൻ്റെ അഭിപ്രായമല്ല, ഇല്ലയോ? ഒരു മനുഷ്യൻ്റെ ഉദ്ദേശമല്ല, ഒരു മനുഷ്യൻ്റെ കാര്യമല്ല. വേദപുസ്തകം ഇതാ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു, ഏത് സ്റ്റേജാണ്? പ്രൈസ് ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങുന്നുവോ? നിങ്ങൾക്ക് വരവിനെക്കുറിച്ച് പ്രത്യാശയുണ്ടോ? പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രത്യാശയുണ്ടോ? വേറുപെട്ട വിശുദ്ധിയോട് ജീവിക്കുന്നോ നിങ്ങൾ? വചനം കേട്ട് ഒരുങ്ങിക്കൊള്ളുന്നോ? സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വചനം കേട്ട്, ഇതെല്ലാം ബൈബിളിലുള്ളതാ, ഇത് നിയമങ്ങളാ. ദൈവാത്മാവിനാൽ നമുക്ക് എഴുതിയിരിക്കുന്നതാ. നമ്മളിത് അനുസരിക്കാതെ പോയാൽ എവിടെ പോകും? നിത്യ നരകത്തിലേക്ക് പോകുവാനിടയാകരുത്. രക്ഷിക്കപ്പെട്ട, ഗുണം പ്രാപിച്ച, വചനമനുസരിച്ച് പറയുക. ഇതൊന്നും പറയത്തില്ല പലരും. നിങ്ങൾ പോയി ഓരോ ഞായറാഴ്ചയും പോകുന്നു വരുന്നു. വല്ലപ്പോഴൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും. ശരിക്കും സ്നാനപ്പെട്ടിട്ടുമില്ല, മാനസാന്തരപ്പെട്ടിട്ടുമില്ല, പരിശുദ്ധാത്മാവും വേണ്ട, പ്രത്യാശയുമില്ല, ഒരുക്കവുമില്ല, വേദപുസ്തകം വായനയുമില്ല, കുടുംബ പ്രാർത്ഥനയുമില്ല, വേറുപാടില്ല, വിശുദ്ധിയില്ല, ഇഷ്ടം പോലെയൊക്കെ ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്നാൽ യേശു വരുമ്പോൾ കൂടെ പോകാൻ പറ്റുമോ? ഒന്നാലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമെന്ന് തോന്നിയാൽ ധാരാളമായി കേൾക്കാം. ഞാൻ മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ.
ധാരാളം കേൾക്കാം. ഇതെല്ലാം ദൈവവചനമാക്കേണ്ടത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു പ്രത്യാശ, നിങ്ങൾ എങ്ങനെയെങ്കിലും യേശുവോട് ചേർന്ന് ആ യേശുവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഇല്ല, നമ്മൾ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് എഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച ഇങ്ങനെ നാം ക്രിസ്തുവോടുകൂടെ എന്നേക്കുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പ്രത്യാശ കൊണ്ടോ ഒരുങ്ങിക്കൊള്ളുക പ്രിയമുള്ളവരെ. ഇങ്ങനെ ഒരുക്കമില്ലാത്തതൊന്നും സഭയല്ല. ഇങ്ങനെ ഒരുക്കമില്ലാത്ത കൂട്ടായ്മയൊന്നും പ്രയോജനമില്ല. കർത്താവ് വരുമ്പോൾ കൈവിട്ട് പോകും. ഞായറാഴ്ച ഒരു ചടങ്ങിന് വേണ്ടി, ശാസ്ത്രത്തിന് വേണ്ടി കൂടി വരിക, ചുമ്മാ പ്രാർത്ഥിക്കുക, ആമേ, അങ്ങനെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ നിന്നിട്ടും കാര്യമില്ല, ഗുണം പിടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശാസിച്ച് വചനം പഠിപ്പിച്ച് ഉപദേശിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തെ നമ്മളെ മുമ്പോട്ട് നയിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം ശുശ്രൂഷകൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രത്യാശ ഉള്ളവർ, ആമേ സോദരം, പുനരുദ്ധാനത്തിൻ്റെ ഞാമേ എനിക്ക് പങ്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, യേശുവോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആമേൻ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് എഴുന്നേറ്റ്